എടാ കേശു 2.5 കിലോ മീനിന് 100 രൂപ. അപ്പൊ 1 കിലോ മീൻ എത്ര രൂപയാവും? നീ അല്ലേ കണക്കിൽ വലിയ പുലി, നീ എന്നെ പറ. 40 രൂപ. 40 രൂപ കറക്റ്റല്ലേ? എന്തായാലും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷവും. എന്തേ? അല്ലേ ചേച്ചി ആദ്യമായിട്ടല്ലേ വീട്ടിലോട്ട് മീൻ മേടിച്ചോണ്ട് പോണേ? അയ്യേ, ഞാൻ ആദ്യമായിട്ടല്ലേ മേടിക്കരുത്. മീന് വില കുറവ് കണ്ട് ഞാൻ മേടിക്കാറുണ്ട്. ചേച്ചി ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. അവര് ഈ മീൻ നമുക്ക് 40 രൂപയ്ക്ക് തരുമ്പോഴേ അവർക്ക് ശരിക്കും പറഞ്ഞ നഷ്ടമല്ലേ ഉണ്ടാവുന്നത്? എന്ത് നഷ്ടം? ലാഭമല്ലേ? എടി, ഇവര് ഹാർബറിൽ നിന്ന് നേരിട്ട് മേടിക്കണ മീനാ. അവർക്ക് ലാഭത്തിൽ കിട്ടുമ്പോ അവര് നമുക്ക് ലാഭത്തിൽ തരും. അപ്പൊ ഹാർബറിൽ എങ്ങനെ മീൻ ഇത്ര വിലക്കുറവ് ഉണ്ടാവുന്നത്? ചിലപ്പോ ഹാർബറിൽ വന്ന ബോട്ട് മൊത്തം മത്തിയായിരിക്കും. അതുകൊണ്ട് എന്നാലും അവർക്ക് മീൻ എത്ര രൂപയ്ക്ക് കിട്ടി കാണും? നിർത്തടി, നീ കുറെ നേരം ആയല്ല. നിനക്കെല്ലാം അറിഞ്ഞാൽ തീരത്തുള്ള. ഇത് നമ്മളിപ്പോ നേരെ കൊണ്ട് അമ്മയുടെ കൊടുക്കുന്നു, പൊടിച്ചടിക്കുന്നു, അത്ര അറിഞ്ഞാൽ മതി. പിന്നെ ഒറ്റ ചിന്ത മാത്രമല്ലേ ഉള്ളൂ. അമ്മ എന്തി? അമ്മ വന്നില്ല മക്കളെ. ഇതെന്താ മീൻ വാങ്ങിച്ചോ? വരണ വഴിക്ക് പെട്ടിയോട്ടയിലേ വില കുറച്ച് മീൻ വെക്കുന്നുണ്ടായിരുന്നു, അപ്പം മേടിച്ചാ. എന്തേ കൊണ്ടുവന്നു? നല്ല പച്ച മീനാണല്ലേ. അത് ഹാർബറിൽ ചില പൂച്ചയ്ക്ക് വന്ന ബോട്ടിലെ മീനായിരിക്കും. നല്ല മീൻ, മത്തിയാ. മത്തി. ഇങ്ങോട്ടോ മക്കളെ, പിടിച്ചോളാം. നീ മീൻ വാങ്ങിച്ചാ? അമ്മ മേടിച്ചാ? ഞാനും വാങ്ങിച്ചേ. ഞാൻ മത്തിയെ മേടിച്ചു. അമ്മ എന്താ മേടിച്ചേ? ഞാനും മത്തി തന്നെയാ വാങ്ങിച്ചേ. ആ പെട്ടിയോട്ടയിൽ വിൽക്കുന്നതാണോ മേടിച്ചേ? അത് തന്നെ. 2.5 കിലോ 100 രൂപ. ഞാനും അത് തന്നെ വാങ്ങിച്ചേ. എന്നാ പിന്നെ എന്നെ ഒന്ന് വിളിച്ചിട്ട് അമ്മയ്ക്ക് മീൻ മേടിക്കാൻ പാടില്ലായിരുന്നാ? ഇവിടെ കറക്കി കാക്കിലെ വെണ്ടയ്ക്ക് പോലും അവൾ ഇന്ന് വരെ വാങ്ങിച്ചിട്ട് വന്നിട്ടില്ല. ഇവളെങ്ങനെ മീൻ മേടിക്കുന്ന എനിക്ക് എങ്ങനെ അറിയണേ? അത് വില കുറവുണ്ടപ്പോ ഞാൻ മേടിച്ചതാ അമ്മ. എന്നാ പിന്നെ പറഞ്ഞുകൂടായിരുന്നോ? നിനക്കൊന്ന് വിളിച്ച് ചോദിച്ചുകൂടായിരുന്നോ വാങ്ങിച്ചു മുമ്പേ? അത് എനിക്കറിയാം അമ്മ മേടിച്ചോണ്ട് വരുമെന്ന്. ഞാൻ വാങ്ങിക്കുമെന്ന് അറിയാലോ എന്തായാലും വീട്ടിലേക്ക്. ഇപ്പൊ എന്തായാലും 5 കിലോ മീനുണ്ട്. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും? അത് മേടിക്കണ്ട, നമുക്ക് കുറച്ച് മീനെടുത്ത് കറി വെക്കാം. പിന്നെ കുറച്ചെടുത്ത് പൊരിക്കാം. അമ്മൂമ്മയുടെ സ്പെഷ്യല് മീൻ വായലക്കകത്ത് വെച്ച് മസാലയൊക്കെ തേച്ചോണ്ട് പൊള്ളിച്ചോണ്ട് എടുത്തിട്ട് പിന്നെ ഒരു 3 കിലോ മീൻ ഞാനും അച്ഛനും കൂടെ തീർത്തോളാം. കുഴപ്പമൊന്നുമില്ല. 2 കിലോ നിങ്ങളെല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒന്ന് ആദ്യം പിടിക്കാം നമുക്ക് എല്ലാവർക്കും കൂടെ. നാളെ ഉച്ചയ്ക്ക് മുമ്പ് തീരും. അച്ഛനും മോനും മീൻ കഴിച്ച് വയറ് വീർപ്പിച്ച് വിഷമിക്കണമെന്നില്ല. എനിക്കറിയാം ഈ മീൻ കൊണ്ട് ഒരു 3-4 ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ. പഠിപ്പിക്കാൻ വരല്ലേ കേശുവേ? കൊതിയാ. അത് മതിയല്ലേ? അത് മതി. എന്നാലും കുറച്ച് കൊണ്ട് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. കുറച്ച് വെട്ടിയെടുക്കാം. കുറച്ചെടുത്ത് പൊരിക്കണം കേട്ടാ. കുറച്ച് പൊരിക്കാം. അല്ല, ഈ പൊരിക്കാനും വറക്കാനൊക്കെ ആര് വെട്ടി ക്ലീൻ ആക്കി എടുക്കും? നീ വെട്ടി ക്ലീൻ ആക്കി എടുക്കും. ഞാനാ? എനിക്ക് പിന്നെ പഠിക്കാനില്ല. അയ്യോ, ഇതൊക്കെ വെട്ടിയിട്ട് പഠിച്ചാലും മതിയല്ലോ. എന്തിനാ പ്ലീസ്? വേണ്ട. മുടിയൻ ചേട്ടൻ വന്നു. മുടിയൻ ചേട്ടൻ വന്നു. നീ മുടിയൻ ചേട്ടൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ലേ? അതല്ല, മുടിയൻ ചേട്ടൻ വെറും കൈയുടെ ഒന്നല്ലോ വന്നേക്കണേ. അപ്പൊ നോക്ക്. എപ്പോഴത്തെ പോലെ ഇന്ന് രാത്രി മുട്ട പൊരിച്ചിട്ട് തട്ടിക്കൂട്ടൊന്നും വേണ്ട. 2 കിലോ മത്തി ഉണ്ട്, അത് 100 രൂപയ്ക്ക്. എന്തോന്ന് ഇങ്ങനെ നോക്കണം? നല്ല ഫ്രഷ് മത്തിയാണ്. അയ്യോ, ഇതെന്ത് മീനാ? കരിമീനടാ. ഇതാരാണ് മേടിച്ചത്? ഞാനും മേടിച്ചു, അമ്മയും മേടിച്ചു. എടി, നിനക്ക് മേടിക്കുമ്പോ വേറെ വല്ല മീനും മേടിക്കാൻ പാടില്ലെന്നാ? ചേട്ടൻ മറ്റേ ഓട്ടോ സ്റ്റാൻഡിന്റെ അവിടെ പെട്ടി ഓട്ടോയിൽ വിട്ടുകൊണ്ടിരുന്ന മീനല്ലേ മേടിച്ചേ? അതെ, ഞാനും അമ്മയും അവിടെ നിന്ന് ചേട്ടൻ മേടിച്ചേ. സൂപ്പർ. അല്ല കുഴപ്പമില്ല, അതുകൊണ്ടിരിക്കട്ടെ. അവന് എത്ര കിട്ടിയാലും പോരല്ലേ. ഇപ്പൊ എന്ത് ചെയ്യാ? ഞാൻ തിരിച്ചോണ്ട് കൊടുക്കട്ടെ? ചേട്ടൻ തുണിക്കടയല്ല തിരിച്ചെടുക്കാനായിട്ട്. അവര് മിറ്റ മീൻ തിരിച്ചെടുക്കത്തൊന്നുമില്ല. അത് തന്നെ. ഞാനമ്മയ്ക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ച് മേടിച്ചതാ അമ്മ. ഇപ്പൊ ത്രിബിൾ സന്തോഷമായില്ല. നീ വാങ്ങിച്ച്, വാങ്ങിച്ച്, ഞാനും വാങ്ങിച്ച്. അമ്മ മാറി, ഞാൻ എടുക്കാം. ചേച്ചി, ചേച്ചി. മാമ അമ്മ വിളി ഞങ്ങളെ. അമ്മ അടുക്കളയില്ല, ഞാൻ വിളിക്കാം. അമ്മ എന്താ വിട്ടു അമ്മ കവറില്? ആപ്പിളാണോ? ആപ്പിളല്ലടാ, ഹൽവ. ഹലുവേ കുടുംബം ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നല്ലേ, പിന്നെ എന്തിനാ ഇന്ന് മേടിച്ചേ? ചുമ്മാടി, ഇത് മീന് വഴിയിലിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിയതാ. മീനാ? ആളിന് ഇഷ്ടപ്പെട്ട മീൻ. എന്ത് മീൻ? മത്തി. നല്ല പച്ച മത്തി. മത്തിയാ? ഇതുവരെ നിങ്ങൾ ഇത്ര പിടക്കണ മത്തി കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? കുറച്ചു മുമ്പ് കൂടെ കണ്ടതേ ഉള്ളൂ. ഇത് വിറ്റോണ്ട് പോയാ? ഹലോ കുട്ടുവാമ്മ, ഇന്ന് ഈ വീട്ടിലേക്ക് മത്തി വാങ്ങിക്കൊണ്ട് വരുന്ന 4ാമത്തെ ആളാണ് കുട്ടുവാമ്മ. കുട്ടു, ഇതും കൂടെ കൂട്ടി 10 കിലോ മത്തി ഈ വീട്ടിലുണ്ട് ഇപ്പൊ. 10 കിലോ? ഞാൻ ആദ്യം ഒരു 2.5 കിലോ മത്തി വാങ്ങിച്ചോണ്ട് വന്നു. അമ്മയല്ല ഞാൻ. സോറി,
ആദ്യം അവള് 2.5 കിലോ മത്തി വാങ്ങിച്ചോണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ 2.5 കിലോ മത്തി വാങ്ങിച്ചോണ്ട് വന്നു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ വിഷ്ണു 2.5 കിലോ മത്തി വാങ്ങിച്ചോണ്ട് വന്നടാ. ഇപ്പത്തെ നീ 2.5 കിലോ. ജീവനുള്ള മത്തിയായിരുന്നെങ്കിലേ വല്ല കുളത്തിന് മുഴുവൻ ഇട്ട സൗകര്യം പോലെ ചൂണ്ടിട്ട് പിടിച്ച് നമുക്ക് കറി വെച്ച് തിന്നായിരുന്നു. കുട്ടു, ഒരു കാര്യം ചെയ്താലാ? നീ കൊണ്ടുവന്ന ഈ മത്തിയും ഫ്രിഡ്ജിലിരിക്കുന്ന പകുതി മത്തിയും കൂടെ എടുത്തിട്ട് നീ പടവലത്തേക്ക് കൊണ്ടു. കൊള്ളാല്ല, നല്ല ഐഡിയ ആണല്ലേ. അതെ, അവിടെ അമ്മ മത്തിയൊന്നും കൂട്ടില്ല, അറിഞ്ഞൂടെ? പൊരിക്കി എന്നെ നോക്കണ്ട, ഞാൻ വിട്ടില്ല, ഞാൻ പോവാ. അച്ഛാ, ശ്രീകുട്ട നീ ഉണ്ടായിരുന്നോ അവിടെ? ഓ കേശു, നീ വടാ, നിനക്കൊരു സർപ്രൈസ്. നീ കണ്ണടച്ചതില്ലേ? അച്ഛാ ഞാനും കണ്ണടക്കുന്ന. എടാ ഏറ്റവും കൂടുതൽ സർപ്രൈസ് കേശുരാണ്. എന്നാലും നീ കടാ. നീ കടാ. നീ ആടയുടെ കൂടെ ശ്രീകുട്ട ആടേടാ. കണ്ണടച്ച് പിടിച്ചാണേ. നീ എല്ലാവരും കണ്ണൂറാ. കേശു മത്തി, ശിവ മത്തി, നീലമത്തി, അളിയ മത്തി. എന്ത് പണിയാണ് ബാലു നിങ്ങൾ ഈ കാണിക്കണത്? എന്താ മത്തി വാങ്ങിക്കണ പണിയാ? ഈ വീട്ടിലെ ആളാമിത് എല്ലാരും മത്തി വാങ്ങിച്ചിരുന്ന പിന്നെ ഞാൻ എന്താ ചോദിക്കണ്ടേ? അച്ഛാ, ഇനി ഈ വീട്ടിൽ മത്തി മേടിച്ചോണ്ടൊരു ബാക്കിയുള്ളൂ. ഈ നിൽക്കുന്ന ഞങ്ങൾ രണ്ടുപേരും, പിന്നെ അകത്ത് കിടന്ന് ഉറങ്ങുന്ന കുഞ്ഞാവയും കൂടാണ്. നീ വാങ്ങിച്ചടാ. അവര് 2.5 കിലോ തൂക്കി, ഞാൻ കുറച്ചുകൂടെ വാരിയിട്ട്. അളിയന് മത്തി ഭയങ്കര ഇഷ്ടമല്ലേ? എടാ ഞാനും അതുപോലെ തന്നെ വാങ്ങിച്ചത്. 3 കിലോയ്ക്ക് 100 രൂപ. ഞാൻ 200 രൂപ എടുത്ത് 6 കിലോ വാങ്ങിച്ചിട്ട് വന്നു. നിങ്ങൾ ഈ 6 കിലോ മത്തി വാങ്ങിച്ചിട്ട് വന്ന എന്ത് കാര്യത്തിനാ? എടീ ഞാൻ വാങ്ങിക്കാൻ പോയപ്പോ കച്ചവടം തീരാറായി. എല്ലാം കൂടെ വാരി ഇങ്ങോട്ട് ഇട്ടു തന്നു. ഞാനിപ്പോ എന്ത് ചെയ്യാൻ? അളിയൻ വന്നാലേക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോ. കയറുവാ നമ്മളിങ്ങോട്ട്. എന്റെ അമ്മോ, 16 കിലോ മത്തി. ബാക്കിയുള്ള മീൻ എവിടെ? ഫ്രിഡ്ജ് ഇരിപ്പുണ്ട്. എടുത്ത് വായി കൺകുളിർക്ക കാണട്ട്. കാണണ്ട ഇപ്പൊ അങ്ങനെ. എന്റെ അമ്മേറ്റ ഒന്ന് വരുമോ? എന്തിന് മത്തി കൊടുത്തിടാനാ? ഇല്ല, പറഞ്ഞ വഴി ചിലപ്പോ വേണമെങ്കിൽ അവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് മത്തി വെച്ചോണ്ട് വരും. ഓ, അവിടുത്തെ മത്തിയൊക്കെ ഇപ്പൊ തീർന്നിട്ടുണ്ടാവും. ഇത്ര നേരവും ഇല്ലേ? ഇനിയിപ്പോ മത്തി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, അയൽവക്കാർക്ക് കൊടുക്കാം. എല്ലാ വീട്ടിൽ നിന്നും മത്തി ആയിരിക്കുള്ളൂ. അതിനെങ്ങനെ അറിയാം? പിന്നെ വില കുറവിൽ മത്തി കിട്ടുമ്പോ എല്ലാരും മേടിക്കൂലേ? പിന്നല്ലാണ്ട്. എന്തായാലും 16 കിലോ മത്തി ഒരു വീട്ടിലുണ്ടാവൂല. അത് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്രയും അംഗസംഖ്യയുള്ള വീട്ടിൽ ലോകത്തോടൊന്നുമില്ലല്ലോ. അത് അവരാരെയും കുറ്റമല്ലല്ലോ. നമുക്കേ ഇത് അടുത്തുള്ള ഷാപ്പിൽ എവിടെയെങ്കിലും കൊടുക്കാമല്ല? നിനക്ക് അറിയാനുള്ള ഷാപ്പ് എവിടെയെങ്കിലും ഉണ്ടോ? പിന്നെ ഞാനിവിടുത്തെ ഷാപ്പിലെല്ലാം കയറി ഇറങ്ങി നടക്കുമായിരുന്നല്ലോ. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. അല്ല, റോഡിനറ്റത്ത് പാലത്തിന്റെ സൈഡിലായിട്ട് ഒരു ഷാപ്പ് ഉണ്ടല്ലോ. ആ ഷാപ്പിൽ നീ പോയിട്ടുണ്ടോ? ആ പോയിട്ട് നേരത്തെ ഓട്ടോ ഓടിച്ചിട്ട് ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ പോയിട്ടുണ്ട്. അങ്ങനെ അറിയാം. അവിടെ മറ്റേ മുറ്റേ കല്ലാണല്ലേ? അല്ല, അവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്തോന്ന് ഒരു കാര്യം പറഞ്ഞ അങ്ങനെ ചാടി കയറി പോണു. അച്ഛാ, ഓ ഞാൻ ഐഡിയ പറയട്ടാ. നമുക്കേ ഈ മത്തി എടുത്ത് അച്ചാറിട്ടല്ല, അതാകുമ്പോ നമുക്ക് ആവശ്യം പോലെ എടുത്ത് കഴിക്കാലോ. കഴിക്കാടാ. ഇവിടെ ഞാൻ വെറുതെ ഇരിക്കില്ല. ഒരാഴ്ച ലീവ് എടുത്തിട്ട് അച്ചാറിടാം മത്തിയെല്ലാം എടുത്ത്. പിന്നെ മത്തിയെല്ലാം കൂടെ എന്ത് ചെയ്യും? എടുത്ത് പാറോടെ കളയാൻ പറ്റുമോ? പാറ മടലൊന്നും ഒന്നും കളയണ്ട. അതൊക്കെ അച്ഛനെ അറിയാൻ ചെയ്യണമെന്ന്. എന്ത് ചെയ്യാൻ? നമുക്ക് മത്തി ഉണക്കാം. ഉണക്കാനാ? ഇപ്പോഴാകുമ്പോൾ നല്ല വെയിലുണ്ട്, പെട്ടെന്ന് ഉണങ്ങിക്കോളും. നമുക്ക് ആവശ്യത്തിനടുത്ത് കഴിക്കുകയും ചെയ്യാം, മിച്ചമുള്ളത് വീട്ടുകാർക്ക് നാട്ടുകാർക്ക് കൊടുക്കുകയും ചെയ്യാം. എന്ത് പറയണം? ആരുണക്കും? അതിന്റെ കുടലക്കാരെടുത്ത് കളയും. ഉപ്പൊക്കെ പരട്ടിക്കോളൂ, എല്ലാം ചെയ്തോളൂ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാം. ഒറ്റയ്ക്ക് കേട്ടാ എത്ര കമ്പേട. തലയെല്ലാം അങ്ങോട്ടും പാലെല്ലാം ഇങ്ങോട്ടും ഒരേ കണക്ക് അടിക്കി വെച്ചാലേ വെയിൽ കൊള്ളുള്ളൂ. മത്തി ഉണക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വാങ്ങിച്ചോണ്ട് വരായിരുന്നല്ലോ. പിന്നെ ജംഗ്ഷനിൽ പോടാ, ആ മീൻവണ്ടിയുടെ കടപ്പുണ്ട്, ഒരു കുട്ടയ്ക്ക് വാങ്ങിച്ചോണ്ട് വാ. എടാ എന്ത് പാടുണ്ടെന്നറിയാമോ? തല വേറെ, കാല് വേറെ, കൈ വേറെ വെട്ടി അടിക്കും ഞാൻ വെച്ചത്. നീ എന്തോ കഷ്ടപ്പെട്ടത്? ഞാനും നീലും കൂടെ ഉള്ള കഷ്ടപ്പാട്. ഞാനും കഷ്ടപ്പെട്ടു. കഷ്ടപ്പെട്ടു. നീ ഒന്ന് വന്ന് നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. അതങ്ങനെ തന്നെ അമ്മ. വൃത്തിയാക്കി കഴി വെച്ചെടുത്ത മിഷ്ടാനം അടിക്കാൻ വേണ്ടി എല്ലാവരും വരും. നല്ല അഭിപ്രായമാണല്ലോ സ്വന്തമായിട്ട്. മൂത്തോരെ കളിയാക്കാ അടുക്കടാ, ഉപ്പ് പിടിക്കിട്ട് അച്ഛാ ഞാനും കൂടെ അടിക്കോട്ടെ. കുരുട്ടാ മാറിയില്ല, ഉണക്കച്ചാളെ കൊണ്ട് പിടിച്ച് അടിക്കളായി. പുറത്തോട്ട് എടുത്തു പോയി. അമ്മ, ഈ മീനൊക്കെ ഉണങ്ങി കിട്ടാൻ എത്ര ദിവസം പിടിക്കുമേ? വെയിൽ എത്രയും കൊള്ളാമോ അത്രയും വെയിൽ കൊണ്ട് നല്ലോണം ഉണങ്ങിയ അത്രയും ദിവസം. അതെ, വെയിലിന്റെ ശക്തി പോലെ ഇരിക്കും മോളെ. മത്തി എന്താ മത്തി ഉണക്കിയിട്ട് തെങ്ങിന്റെ ചോട്ടിയിട്ടാൽ നല്ല കായ്ഫലം ഉണ്ടാവും. കൊണ്ടുപോകണം, കുറെ അടുത്ത് പടവെടുത്ത് കൊണ്ടുപോവാ. ഒരൊറ്റ മീൻ തരൂലല്ലേ? എനിക്കങ്ങ് വേണ്ട മത്തി കിട്ടി. എന്റെ നീലും അടുക്ക്.
ഇതേ എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കട്ടോ. അവിടെ നിന്ന് വാചം അടിക്കണല്ലോ, ഒന്നും ചെയ്യണില്ല, ഉണക്കാന്ന് പറഞ്ഞിട്ട് വന്നുണക്കേ നിരത്തിരുന്ന്. ഇത് മൊത്തം ഇത്രയും വൃത്തിയാക്കിയത് പോരാ, ഇവിടെ ഇരുന്ന് കുത്തി പോവാൻ വെയിൽ കൊള്ളുക ഞാൻ. എടാ കൊച്ചിനും വെറുതെ വിടടാ അതിനായിട്ട്. മത്തി ഉണങ്ങുമ്പോ ഞാനും ഉണങ്ങും. അമ്മ കുറെ നേരിട്ട് കൊണ്ടുപോണേ, നേരിട്ട് കൊണ്ടുപോണേ. ആ എന്തിനാ അവിടെ ഒന്നും വേണ്ട. അച്ഛന് ഭയങ്കര ഇഷ്ടമല്ല മോളെ. വേണ്ട വേണ്ട വേണ്ട. അയ്യോ അളിയാ ഓ മത്തി ഇങ്ങനെയല്ല ഉണക്കേണ്ടത്. പിന്നെ എങ്ങനെ ആണും പെണ്ണുമായിട്ട് തിരിച്ചിടണം. തന്നെ കൊച്ചുങ്ങളെ മാറ്റി അപ്പുറത്ത് കിടത്തണം. വന്നിരുന്ന് പറയുന്നില്ല, ആരും ഒന്നും ചെയ്യുന്നില്ലല്ലോ. ടേസ്റ്റ് മാറും അമ്മ. മക്കളെ ഇത് എത്ര മത്തി ഉണ്ടെന്ന് എണ്ണിയാ മാമ 2 കിലോ കൂടെ വാങ്ങിച്ചോണ്ട് വരാം. 10 കിലോ വാങ്ങിച്ചോണ്ടോടാ. നിന്ന് വാചം അടിക്കുക എല്ലാരും ഉണ്ട്. ഭാര്യയാണ് അമ്മ. നല്ല ഉണക്ക മീനും നല്ല ഉണക്ക കപ്പയും കൂടെ എന്തൊരു ടേസ്റ്റ് അല്ലമ്മ. നമ്മൾ നേരത്തേക്ക് ടേസ്റ്റ് ഒക്കെ തന്നെ, ഇത് ഉണങ്ങി കിട്ടുന്ന പാട്. അത് തന്നെ അമ്മ. എടാ അതിനെ ചവിട്ടി അരക്കാടാ, അങ്ങോട്ട് നീങ്ങില്ലടാ എന്റെ കളി. നല്ല വെയിലുണ്ട് കേട്ടാ, പെട്ടെന്ന് ഉണങ്ങല്ലേ അമ്മ. ഓ നല്ല വെയില്. എന്താടാ ഇത്, കുടുംബയോഗോ? കണ്ടില്ലേ മത്തി ഉണക്കണ്. എന്തരത് ഇത് തന്നെ ഇവിടെ ഭയങ്കര നാറ്റം. ഞാൻ അവിടെ വന്നപ്പോഴേ ആ ജംഗ്ഷനില് ആള് കൂടി കിടക്കണ്, ഭയങ്കര നാറ്റം എന്ന് പറഞ്ഞ എല്ലാം കൂടെ കൂടി നിൽക്കുന്നു. ഞാൻ വിചാരിച്ചു വല്ല ഡ്രെയിനേജും പൊട്ടിയായിരിക്കുന്നു. ഇതാണല്ലേ സംഭവം. കൊള്ളാടാ, എല്ലാം കൂടെ ഇപ്പൊ ഇങ്ങോട്ട് വരും. വരട്ട്. എടാ എടാ വീട്ടിന്റെ മുമ്പ് വെയിലില്ല, പിന്നെ ഇവിടെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് ഇവിടെ ഇട്ട് ഉണക്കാന്ന് വിചാരിച്ചു. ഇതൊരു വീട്ടിന് മുമ്പിൽ വെയിലില്ലേ? എടാ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വീടും പരിസരം നാറെന്ന് വിചാരിച്ചടാ നീ റോട്ടിൽ കൊണ്ടിട്ടത്. എന്താടാ നീ പൊതുജനത്തിന് ദ്രോഹം ചെയ്യാൻ നോക്കണേ? അത് പൊതുജനത്തിന് അളിയാ പറഞ്ഞു. ഞാൻ എന്താടേ പൊതുജനല്ലേ, വാടകക്കാരൻ പൊതുജനല്ലേടേ? ദേഷ്യം വന്ന് ഇടിച്ച് പിരുത്തള നീ പോ. ഇടിച്ച് പിരുത്തളയോ? ഇന്നലെ 2 ഉള്ളിത്തൊലിയും കുറച്ച് വേസ്റ്റും അവിടെ കൊണ്ട് വിട്ടേന് മറ്റേ വാസവും പാളി പൊത്തുപോകും. അതാണ് ഇതാണ് മൈക്രോണിന് താഴെ വേണമെന്ന് പറഞ്ഞാൽ നീയൊക്കെ എല്ലാം കൂടെ നെഞ്ചിടിച്ച് കറക്കില്ല. ഇനി വേസ്റ്റ് കൊണ്ട് ഇവിടെ കൊണ്ടുപോയിട്ട് അപ്പൊ കാണിച്ചു തരാം. ഞാൻ ഒരു കാര്യം പറയട്ടാ, ഇവൻ ഇന്നലെ പറയണ് അവനെ രാവിലെ കിട്ടിയെങ്കിൽ ഒന്നും കൂടെ കൊടുക്കാന്ന്. അവ ഇടിച്ച് നിന്റെ നെഞ്ചാങ്കൂട് ഓസം പാളി ഒരാക്കും. അതുകൊണ്ട് നിന്റെ നെഞ്ചിന് ഓസം പാടി പിള്ളേർ വീഴുന്നുണ്ടെങ്കിൽ നീ സ്ഥലം വിട്ടോ. എന്താണ് ഇത് ഉണ്ടായിച്ചോടെ? ബാക്കിയുള്ളവർ കൂടെ ജീവിക്കണേ. നീയൊക്കെ വിചാരിക്കുന്ന ഇവിടെ നടക്കുള്ള? നമ്മൾ വിചാരിക്കുന്ന നടക്കൂടാ. ഒരു കാര്യം ചെയ്യും, അങ്ങനെ നടക്കുള്ളെങ്കിൽ നീ നിന്റെ ആരെയും കൂടെ റോഡിൽ വന്ന് വിളിക്കാറങ്ങ് പോ. പിന്നെ എന്തോന്ന് പെങ്ങളെ ഇത് കാണിക്കുന്ന പോക്കത്തിനല്ലേ? നിങ്ങൾ പറഞ്ഞു കൊടുത്തൂടെ? ഇവന്മാർ ഇത് എന്തിനാ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഉള്ള കടലുള്ള മീനെല്ലാം കൂടെ കൊണ്ട് ഇവിടെ കണ്ട് ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരുടെ കാര്യം എന്തരായിരിക്കും? ഇത്രയും പരിസ്ഥിതി കൊടുക്കാൻ മോശമല്ലേ? എന്താണ് ഇത്? കാര്യം പറയുമ്പോൾ നിങ്ങൾക്കൊന്നും പിടിക്കൂലേ? ഇതൊരു കാര്യം ഞാൻ പറയാം, സൗഹൃദം വേറെ ആളിയാ, നാറ്റം വേറെ. ഇത് ഞാൻ കറക്റ്റാ കലിപ്പാക്കി ചെയ്യും. ഞാൻ ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ പരാതി കൊടുത്തിരിക്കുന്നേ. പരാതി കൊടുത്ത് പിന്നെ കൊടുത്ത് ബാസി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് പെങ്ങള് പറയരുത്. അത് ഞാൻ പറയാം. അളിയാ പറഞ്ഞു വിട അളിയാ. എടേ നീയൊക്കെ ചെയ്യണം എല്ലാം തന്നെ ന്യായം. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം മച്ചമ്പി, ഇത് പറഞ്ഞ ബാസിയാണ്. നീ നീങ്ങില്ല. കാര്യം പറയുമ്പോൾ നിന്ന് പിടലിക്കാരൻ എന്തരന് നീങ്ങില്ലേ? അങ്ങോട്ട് നീങ്ങില്ലേ? എടേ ബാക്കിയുള്ളവർക്ക് ഇവിടെ ജീവിക്കണം, പൊതുജനത്തിന് ഇവിടെ ജീവിക്കണം. ജീവിക്കാൻ സമ്മതിക്കില്ലടേ കുട്ടിയും കുറുമാണിയായിട്ട്. നീ ഒരെണ്ണം ഉണ്ടല്ലോ, അതെവിടെ? അതിന് നാറ്റം അടിക്കണം. അതെങ്കിലും ഇവിടെ കിടക്കട്ടാ പാവം. മോയിക്കോ, ഞാനാണ് പറയണത്. മര്യാദയ്ക്ക് നീ മീനെടുത്ത് മാറ്റ്. പിന്നെ ഒരു കാര്യം, മാറ്റണമെന്ന് പറഞ്ഞാൽ ഒരിടത്തോടുത്ത് എറിയരുത്. അപ്പുറത്തെ വെള്ളത്തിൽ എടുത്ത് എറിയരുത്, ബാക്കിലും കൊണ്ട് എറിയാന്ന് വിചാരിക്കരുത്. വീട്ടിനകത്ത് കയറ്റി വെച്ചോളോ ഇത് കേട്ടോ. ഇത് എവിടുന്ന് വാങ്ങിച്ചത്? എവിടുന്ന് വാങ്ങിച്ചത്? എത്ര രൂപ ഇത്? എത്ര രൂപടാ? 200 അല്ലേ? 100. ബാക്കിയുള്ളത് വരുമ്പോ അവനൊക്കെ ഭയങ്കര വില. അവനെ കാണ്ട് ഞാൻ എന്ത് ചെയ്യായി? എന്നാലും എന്തോരം കഷ്ടപ്പെട്ടതാ. എന്നാലും എന്തോരം കഷ്ടപ്പെട്ടതാ. കേസൊക്കെ കൊടുത്താ? കൊടുത്താലല്ല, നീ കൊടുപ്പിച്ചല്ലേ. സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ഇപ്പൊ വരും. ബാസിങ്ങളെ ഈ വീട്ടിൽ കള്ളം കയറി. എവിടെ? ഇവിടെ ബാസേനാ അവിടെ ഉണക്കാണ്ടിരുന്ന മത്തിയില്ലേ, അത് മൊത്തം കൊണ്ടുപോയി. മത്തി പോയാ? മത്തി പോണം, അതോടെ പ്രശ്നം ചെയ്തല്ല. അപ്പൊ കേസ് ഒഴിവാക്കാതെ. മത്തിയുടെ കാര്യം വിട്. ഇവിടെ വിലവെടുപ്പുള്ള വീടിന്റെ അകത്തുള്ള വിലവെടുപ്പുള്ള പല സാധനങ്ങൾ കാണാനില്ല. വിലവെടുപ്പുള്ള ഇല്ല, ഈ മത്തി മോട്ടിക്കാൻ വന്ന ആരോ നമുക്ക് അറിയണ്ട, നമുക്കറിയില്ല. പക്ഷെ ഈ മത്തി മോട്ടിക്കാൻ വന്നമായി നീലുവിന്റെ 3 പവന്റെ മാലയും കൂടെ അടിച്ചോണ്ട് കളിയാ. നീലുവിന്റെ മാല നീലുവിന്റെ കഴുത്തി കിടക്കല്ലടാ. ഇതല്ലണ്ണ അവൻ കൊണ്ടുവന്ന 3 പവന്റെ മാല. ഗൾഫിൽ നിന്ന് 3 പവന്റെ മാല. അടുത്തത് ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊച്ചിന്റെ
അപ്പോൾ ഇളയ കൊച്ചിന് എന്റെ പൊടിയിലെ അരഞ്ഞാണം. എടാ പൊടിയുടെ അരഞ്ഞാണൊന്നും ഇപ്പൊ കാണില്ല, അതിനകത്ത് കയറി നോക്കിയാണ്. എടാ ഞാൻ കയറി നോക്കാം. വേണ്ട വേണ്ട, കുഞ്ഞാവ നല്ല ഉറക്കത്തില്ല. അരഞ്ഞാണം പിന്നെ വേറെ എല്ലാം പോടാ. എന്റെ 2 നിക്കറ് പോയത് എനിക്ക് സംശയമുണ്ട്. നിക്കറ് കഴിവായിട്ട് ഇങ്ങനെ അടുത്ത് കാണും, പോയി നോക്കടാ. അവിടെ ഇല്ല. എന്റെ കേസ് നിക്കർ ഞാൻ മാറ്റി തരാം, അതല്ല ഇവിടെ പ്രശ്നം. അളിയ പണിക്ക് അഡ്വാൻസ് ആയിട്ട് 25,000 രൂപ മേശക്കകത്ത് വെച്ചിരുന്നു. 25,000 രൂപ നീയാ ആ മേശക്കകത്ത പോടാ പാലും അങ്ങോട്ട്. ഇന്നലെ വാങ്ങിച്ചോണ്ടുവന്നത് അമ്മയുടെ അമ്മയുടെ എന്താണ് പോയി? അമ്മേരൊന്നും പോയില്ല. അമ്മയുടെ വള പോയി. എന്റെ സ്വർണവും പണമൊന്നും പോയിട്ടില്ല. വള പോയില്ലേ? എവിടാ? നേരത്തെ പറഞ്ഞതാ. അല്ല അതിന്റെ വള പോയി 2 വള ഉണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ ഉണ്ടായിരിക്കണമായിരുന്നു. കള്ളന്റെ കണ്ണി നോക്കിയാ അച്ഛൻ കണ്ടുപിടിക്കും ആരാണ് കള്ളൻ. എടേ മാ വരുവോടെ? മിക്കവാറും വരും. അതുകൊണ്ട് നമുക്കൊരു ഒരു പേപ്പറിൽ എഴുതണ്ടേ. എന്നാലും ഈ കരുവാട് വാങ്ങിക്കാൻ വന്ന ഈ മാലയും വളയും ഒക്കെ എടുത്തോണ്ട് പോകുന്ന നമ്മൾ ചിന്തിച്ച് ഇങ്ങനെ കള്ളന്മാരുണ്ടാ. കരുവാട് മോട്ടിക്കാൻ വന്നവ എങ്ങനെയാ സ്വർണ്ണം പണം എടുത്തോണ്ട് പോണ? കള്ളന്മാരങ്ങനെ ചെയ്യൂല ശ്രീകുട്ട. അതെങ്ങനെ അറിയാം? അറിയാം. ഇല്ല, ഒരു കാര്യത്തിന് വന്നിട്ട് അവൻ മറ്റൊന്ന് മോട്ടിക്കോ? കുറഞ്ഞത് 5 വർഷമെങ്കിലും അകത്ത് കിടന്നേ പറ്റും. എണ്ണണാവേ. എവിടെ പോകുമ്പോ നിങ്ങള്? സ്റ്റേഷനിൽ പോകണം. പരാതി എഴുതുന്ന ബഹുമാനപ്പെട്ട ആവേശം കാണിക്കാതെ. എടേ അങ്ങനെ നിങ്ങളെ നമുക്ക് വലിയ വിഷയമാക്കി ഒരു കാര്യം ചെയ്യും. ഞാനും കൂടെ സ്റ്റേഷനിലോട്ട് വരാം. എന്തെങ്കിലും ബുദ്ധിമുട്ടാവും. ഇല്ല, ഒന്നാമത് നീ ഇപ്പൊ നമ്മളെ പറ്റി ഒരു പരാതി കൊടുക്കാൻ പോയുള്ളൂ. പിന്നെ വീണ്ടും അടുത്ത പരിപാടി കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അണ്ണനെ പിടിച്ചകത്തെടുക്കും. ആ പരാതി പോട്ടെ. എനിക്ക് 2 പോലീസുകാരെ പരിചയമുണ്ട് അവിടെ. വേണ്ടപ്പെട്ട പാർട്ടിയിലുണ്ടളിയാ. ഞാനല്ലേ പറഞ്ഞ നിങ്ങൾ അമ്മ നീലുവേ, ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ വിഷയങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്ത് പോലീസും പരാതിയും പ്രശ്നമൊക്കെ ആവും. നമുക്ക് നോക്കാം. ഞാൻ പോയി ഡ്രസ്സ് മാറി പരാതി നമ്മൾ എഴുതി വെക്കാം. നിങ്ങൾ എഴുതി പോയി, ഞാൻ വന്നിട്ടേ പോവുള്ളൂ. കരുവാട് മോട്ടിക്കാൻ വന്ന കള്ളൻ ബഹുമാനപ്പെട്ട പോലീസിനെ വിളിക്കണ്ട. കരുവാട് മോട്ടിക്കാൻ വന്ന ഉണക്കമീൻ മോട്ടിക്കാൻ വന്ന കള്ളൻ ഉണക്കമീൻ മോടിക്കാൻ വന്ന കള്ളൻ ഇത് കരുവാട് മോട്ടിക്കാൻ വന്നു. അതിനൊപ്പം തന്നെ മാലയും വളയും 25,000 രൂപയും ഒപ്പം ഒരു ചെമ്പുരുളി എടുത്തോണ്ട് പോയി. ഉരുളി ഞാൻ ഉള്ളപ്പോ ഉരുളി കാര്യം പറഞ്ഞില്ലല്ലോ. നീ പോയില്ലടാ. ഞാൻ പെട്ടെന്ന് വാ. ചെമ്പുരുളിയും ചെമ്പുരുളി എടുത്തു. ഇവന് 5 വർഷത്തെ കഠിന തടവും 5 ലക്ഷം രൂപ പിഴയും കൊടുക്കണമെന്ന് താഴ്മയെ അപേക്ഷിച്ചോളുന്നു. കേട്ടോണ്ട് പോയി. എനിക്ക് ചെറിയ ഡൗട്ട് ഇല്ലാതല്ല, പക്ഷെ ക്ലിയർ ആക്കി നമ്മൾ പറയാൻ പറ്റൂല. അത് ഒരാളെ കുറ്റപ്പെടുന്ന മോശമല്ലേ. നമുക്ക് നോക്കാം. അപ്പൊ അതാണ് കാര്യം. ആദ്യം ആരറിഞ്ഞ്? നിന്റെ ചേച്ചി ഇല്ലേടി. പിന്നെ നമ്മൾ പെട്ടെന്ന് പൊട്ടിക്കാത്തത് കുറച്ച് പണിയുണ്ട്. പറഞ്ഞു. അപ്പൊ ശ്രീകുട്ടാ പോളിയാ ഇതെന്തളിയാ മക്കളെ ഒന്ന് പിടിയടാ മാമനെ. പിടിച്ചോണേ, സൂക്ഷിച്ച് പിടിച്ച് തള്ളിയിട്ടല്ല അവൻ പറഞ്ഞു. പോണ്ടേ സ്റ്റേഷനിൽ പോണ്ടേ? സ്റ്റേഷനിൽ പോ. എന്തോ ഇതാ തറയാക്കി കരുവാട്. ഇപ്പൊ എങ്ങനെയുണ്ട്? തറയിറക്കി വൈ. എന്തോന്ന് എന്റെ നിക്കറ് മക്കളെ, അത് മാമ ഈ കരുവാടിന്റെ മണം തലയടിക്കൂലേ, അത് ചുമ്മാടായിട്ട് വെച്ചത്. അപ്പൊ ഇനിയിപ്പോ എന്താ അടുത്ത പരിപാടി? നീ അപ്പൊ തൊണ്ടി മുതലൊക്കെ ആയല്ലേ? അപ്പൊ എല്ലാം കൂടെ ആയിട്ട് നമുക്ക് മറ്റേ 25,000 3 മാല അരഞ്ഞാണം കൊച്ചിന്റെ അരിഞ്ഞാണം. കരുവാട് വന്നില്ലേ? കരുവാട്. അപ്പൊ ഇതിന് വിലയില്ലേ? മാല എടുത്ത മാല ഉണ്ടോ? ഇല്ല, നമുക്ക് പോവാന്ന് ചുമ്മാ സംസാരിച്ച് സമയങ്ങളായ സ്റ്റേഷനിൽ പോവാ. എടാ ചുമ്മാ കളിക്കല്ലേ, മാല കൂലെന്ന് ഞാൻ എടുത്തൊന്നുമില്ല. എന്തിനാണ് നീ കാണിക്കുന്നത്? ചുമ്മാ ഇല്ലടാ, കരുവാട് കൊണ്ട് വെച്ചിരിക്കല്ലേ. അളിയാ, ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട വിഷയമാണ്. എന്തിന് പോ എടുത്തുണ്ടോ? അപ്പോ കളിക്കല്ലേ, ചുമ്മാ തമാശ കളിക്കല്ലേ, ജീവിതമാണ്. എടേ പെമ്പറന്നാരൊക്കെ ഉള്ളത് ചുമ്മാ ഒരു വിലയുണ്ട് നമുക്ക്. നമ്മൾ ഒരുമിച്ച് എന്തെല്ലാം കളി കളിച്ചാടാ? എന്താണ് നീ പറയണേ? നമ്മൾ ഒരുമിച്ച് കളിക്കണല്ലോ വിഷയം. ഒരുമിച്ച് കളിച്ചവന്മാർ ഇങ്ങനെ ചെയ്യാമോ? ശ്രീകുട്ട നിന്നെ എടുത്തോണ്ടിരുന്നവരാണ് നന്നായി. കല്യാണത്തിന് എടുത്തോണ്ട് പോയില്ലടാ. കല്യാണത്തിന്റെ കാശൊന്നും പറയണ്ട, വയലന്റ് ആവും. ഇവര് കളിക്കുന്ന കളി കണ്ട. നിന്റെ ഈ തൊഴിലൊന്നും നിർത്തണമല്ലോ. നിനക്കേ ഇത് വന്നാ പോരാ. കൊണ്ട് സ്റ്റേഷനിൽ കൊണ്ട് കളിക്കല്ലേ ബാലു, കളിക്കല്ലേ ചുമ്മാരി. അയ്യാ എന്തിനാ എടുത്തോണ്ട്? ഞാൻ ഒന്നും എടുത്തൊന്നുമില്ല. എടാ കരുവാട് എടുത്ത്. എന്തിനാണ് ഈ കരുവാട് എടുത്തത്? കരുവാട് എടുത്തത്
പുഷ്പലതയ്ക്ക് കൊടുക്കാൻ വേണ്ടി. പുഷ്പലേക്ക് കൊടുക്കാനാ? അവർക്ക് കരുവാട് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കരുവാടുണ്ടെങ്കിൽ പുഷ്പലത എങ്ങനെ അറിഞ്ഞടാ? എടാ അത് ഞാൻ ഈ സംഭവം എല്ലാം വിളിച്ച് പറയുമല്ലോ, അക്കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ ഇവിടെ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ പോണെന്ന്. എടാ അവക്ക് കരുവാട് ഭയങ്കര ഇഷ്ടമല്ലേ എടാ, അതല്ലേ ഞാൻ എടുത്തത്. അവള് വരെയല്ലേ, അപ്പൊ എന്തായാലും കരുവാട് കൊടുക്കാൻ വേണ്ടി. പിന്നെ അതുകൊണ്ട് നിങ്ങളിത് എങ്ങനെയാ അറിഞ്ഞത്? അതൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞു. അതെങ്ങനെ അറിയും? ഞാൻ അവിടെ വന്നപ്പോൾ ഇവിടെ ഒറ്റ മനുഷ്യല്ല, ഞാൻ അവിടെ നിന്ന് 2 ദിവസം കറങ്ങുകയും ചെയ്ത് വിളിക്കുകയും ചെയ്ത്. അപ്പോഴാണ് ക്യാഷ് ഇറങ്ങിയതുകൊണ്ട് അവിടെ നടയിൽ മൂത്രം വെച്ചിട്ട് കയറി പോവുകയും ചെയ്തു. അപ്പൊ പിന്നെ എങ്ങനെ അറിഞ്ഞത്? സത്യം പറയണം. പുഷ്പലത എന്നെ വിളിച്ചായിരുന്നേ, ഉണക്കമീൻ കൊടുത്തതിന് താങ്ക്സും പറഞ്ഞു. ഇതാണ് അവളെ വിളിച്ച് ഒരു കാര്യം പറയാത്ത, നാട്ടുകാരെ മുഴുവൻ വിളിച്ച് പറഞ്ഞോളായി. ഇരിക്കട്ട്, ശകലം വേണമെങ്കിൽ തന്നാൽ ഞാൻ കൊണ്ടുപോവാം. എല്ലാം എടുക്കാൻ വേണ്ടി എടുത്തതല്ല, കുറച്ചെടുത്തിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചപ്പോൾ ഇട്ടിട്ട് വന്നു. പിന്നെ ബാക്കി കുറച്ചല്ലേ വരൂ, നിങ്ങൾ ഇത്രയും പേരില്ലേ, എല്ലാവരും കൂടെ തികയോ? പിന്നെ കൊണ്ടങ്ങ് പോയി, അത്രേ ഉള്ളൂ. എന്ത് കഷ്ടപ്പെട്ട് ഉണക്കിയാ ഞങ്ങളിത്. അമ്മ ഇത് ഉണക്കിയത് ശരിയായില്ല, ഓരോ ഉണക്കൂടെ ഉണക്കാ ഉണ്ട്. ശ്രീകുട്ടാ, ഇവൻ എന്ത് ചെയ്യേ? ഇങ്ങനെ വലിച്ചു കയറി മുളകും പുരട്ടി പുഷ്പലതയ്ക്ക് അയച്ചു കൊടുക്കാം. പുഷ്പലത ഉണക്കട്ട്. നിനക്കൊന്നും ഒരു മനസാക്ഷി ഇല്ലേടേ, എന്തിനിടെ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇതാ നിന്റെ മൊത്തം കരുവാട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞാൻ പോട്ടാ. ശരി ചെൽ. ഉണക്കമീതി